ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. പക്ഷേ ഇത് ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പി അല്ല. നമുക്ക് എല്ലാവർക്കും എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മന്തിയും സൈഡ് ഡിഷും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 4 വലിയ പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് 600 ഗ്രാം ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ചെറിയ പീസുകളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി. പിന്നെ തൊലിയുള്ള ചിക്കൻ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മൾ ചിക്കൻ കഴുകിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ചൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും ഈർപ്പം ഇല്ലാതെ നല്ലോണം അങ്ങ് തുടച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചു. ഇനി നമ്മൾ മസാല പുരട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസ് ചിക്കനും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കണം. ഇത് റെഡിയായി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൗളിൽ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചതച്ചത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചതച്ചെടുത്താണ്, അത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മാഗി മസാലയാണ്. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് അല്ല, നമ്മൾ ന്യൂഡിൽസ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഉള്ള മസാല ഉണ്ടല്ലോ, അതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എല്ലാ ചെറിയ കടകളിലും മാഗി നൂഡിൽസ് വാങ്ങിക്കാൻ കിട്ടും. അതിനകത്തുനിന്ന് 2 പാക്കറ്റ് മസാലയാണ് നമുക്ക് വേണ്ടത്. അതിൽ 1.5 പാക്കറ്റ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ബാക്കി പകുതി റൈസ്, ചോറ് വേവിക്കുമ്പോൾ അതിനകത്തും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്ലേവറുള്ള മാഗി മസാലയാണ് വേണ്ടത്. അപ്പോൾ 1.5 പാക്കറ്റ് മസാല നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി മാറ്റി വെക്കണം കേട്ടോ, റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മാഗി മസാലയിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അത് കണക്കാക്കി ഇട്ടാൽ മതി. ഇതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മൾ സാധാ ഗരം മസാലപ്പൊടിയാണ്, അറബിക് മസാലയൊന്നുമല്ല, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കേണ്ട കേട്ടോ, എണ്ണ വെച്ച് തന്നെ ചെയ്താൽ മതിയേ. ഈ മസാല നമുക്ക് ചിക്കനിലോട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് മിനിമം 1 മണിക്കൂർ വെക്കണം. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. തലേ ദിവസമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൂടുതൽ സമയം ഇരിക്കും തോറും മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിച്ചിട്ട് കൂടുതൽ ടേസ്റ്റി ആവത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം മന്തി റെഡിയാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് ഇതുപോലെ 2 പീസ് പട്ട, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെറുതെ പാത്രത്തിലോട്ട് 2 പീസ് പട്ട, ഒരു 5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് സവോള, ഒരു ചെറിയ സവോള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താണ്. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിരിക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ സവോളയൊന്നും കടിക്കരുത്, സവോള ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റരുത്, അതുപോലെ ചെറുതായിട്ട് അരിയണം. പിന്നെ കുറച്ച് മല്ലിയില, ഒരു കുഞ്ഞു പിടി മല്ലിയില ഈ സവോള അരിഞ്ഞിരിക്കുന്ന പോലെ തന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാണ്. എണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല അളവിൽ എണ്ണ യൂസ് ചെയ്യും. അതായത് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഞാനിന്നിപ്പോൾ അത്രയും എടുക്കുന്നില്ല. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ചേർത്ത സാധനങ്ങളും ആ ചിക്കനും കൂടി നല്ലോണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ പാനിൽ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കരുത്, എല്ലാം ഓരോ പീസുകളും ഇങ്ങനെ നിരത്തി തന്നെ വെച്ച് കൊടുക്കണം. ഇനി ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ എണ്ണ കുറച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് അടിയിൽ പിടിക്കും. അപ്പോൾ എല്ലാം കൂടി 6 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിൽ വെക്കാം. എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിൽ വെച്ച് ഇത് കുക്ക് ചെയ്യണം. അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എണ്ണ നമ്മൾ കുറച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അടിയിൽ പിടിക്കുന്നുണ്ടോ, എണ്ണ തീരെ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. പിന്നെ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിന് വേണ്ട റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്, നീളമുള്ള റൈസ് തന്നെ വേണം. മന്തി ഉണ്ടാക്കാനായിട്ട് വേറെ സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അരിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവും. ഇനി അടുത്ത സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്താൽ മതി. ആ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ചിക്കൻ എല്ലാം തിരിച്ചിട്ടു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ചു വെച്ച് 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. റൈസ് കുക്ക് ചെയ്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാഗി മസാല 1/2 പാക്കറ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്നും ചേർക്കുന്നില്ലേ. പിന്നെ ഒരു 1-2 ടീസ്പൂൺ നാരങ്ങ നീരും ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നെയ്യ് ചേർക്കരുത്. പിന്നെ ഒരു നാരങ്ങ, ഉണങ്ങിയ ഒരു നാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇല്ലെങ്കിൽ ഒഴിവാക്കാം. സാധാരണ ഒരു നാരങ്ങ ഇരുന്ന് ഉണങ്ങിയതാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പിന്നെ ഡ്രൈ ലെമൺ അല്ലാതെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലേ നമ്മൾ ചോറ് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുതിർത്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വെക്കുന്ന പോലെ ഓരോ ചോറും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണം. കുഴഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മന്തി കഴിക്കുമ്പോൾ അങ്ങനെയാണ്, റൈസ് ഒട്ടും കുഴഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റേ എടുക്കുള്ളൂ. അതെ, റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇത് ഊറ്റി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റൈസ് ഇടുന്നതിന് മുന്നേ ചിക്കൻ്റെ താഴെ കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ കുറച്ചങ്ങ് മാറ്റിയിട്ട് വേണം ചോറിടാനായിട്ട്. അല്ലെങ്കിൽ അവസാനമാകുമ്പം ചോറിൽ ഒത്തിരി എണ്ണ കാണും. ആ റൈസിലുണ്ടായിരുന്ന നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേ റൈസ് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഞാനൊരു 3-4 പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ഈ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പം നല്ലതാണ് കേട്ടോ. പച്ചമുളകിൻ്റെയും ആ നാരങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഫുഡ് കളറ്, ഓറഞ്ച് ഫുഡ് കളറ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലർത്തിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു കളറുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ അത് താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിലോട്ട് ഞാൻ ഒരു സവോള, ഒരു തക്കാളിയുടെ പകുതി, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം.
ഇത് വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാവേ. ഇനി 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും ഇട്ടു. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ തരി തരിയായിട്ട് അടിച്ചെടുക്കണം, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മന്തിക്കുള്ള സൈഡ് ഡിഷ്. അപ്പോൾ ഇത് ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. നല്ലോട്ട് ആവി വരുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പച്ചമുളകും നാരങ്ങയൊക്കെ അങ്ങ് എടുത്ത് മാറ്റുവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് റൈസ് അങ്ങ് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. താഴെയുള്ള ചിക്കൻ പീസുകൾ നമുക്ക് എടുത്ത് മാറ്റണം, അതിനായിട്ടാണ് ആദ്യം റൈസ് മാറ്റുന്നത്. ഇനി ഈ ചിക്കൻ പീസുകളും ഓരോന്നായിട്ട് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ചിക്കൻ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച റൈസ് ഉണ്ടല്ലോ, അത് വീണ്ടും ഈ പാത്രത്തിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ആ ചിക്കൻ്റെ താഴെ കുറച്ച് എണ്ണ ഉണ്ടാവും, അതുപോലെ കുറച്ച് മസാല ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ റൈസിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നുമില്ല, അറിയാമല്ലോ മന്തി റൈസിന് ഒരു ചെറിയൊരു ഫ്ലേവറേ ഉണ്ടാവത്തുള്ളൂ, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ റൈസ് നമ്മൾ പാകത്തിന് വേവിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ റൈസ് റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലാക്കി അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വെന്തിട്ടുണ്ടാവും. ആ ചോറ് തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.